ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ സഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചെറിയ ഭാഗങ്ങൾ കാണിച്ചുതരാം. There is a central confusion, and I have to put this right. There is a central fundamental confusion in the minds of the BJP and its leadership. And the confusion is that they think they are the people of India. You are not the people of India. The people of India are something else. They also think that they are the armed forces. You are not the armed forces. The armed forces are something else. You are a political organization. You are not India and you are not the armed forces of India. We are not attacking the people of India. We are not attacking the armed forces of India. We are attacking you. Do not hide behind the people of India or behind the armed forces. ഈ ഡീലിമിറ്റേഷനെ ന്യായീകരിക്കുന്ന നമ്മളെ കേരളത്തിലത്തെ കുറേ സംഖ്യകളുണ്ട്. അല്ലാതെ അവരെന്താ പറയുക, അവർക്ക് മാത്രമേ വിവരം വെക്കത്തുള്ളൂ. വിവരം വെച്ചാലും അവർ വിവരം വെച്ചതായിട്ട് എന്താ പറയുക നടിക്കത്തില്ല, അവർക്ക് അതിനറിയത്തില്ലല്ലോ. അപ്പം അതാണ് ശരിക്കും ആലോചിച്ച് നോക്കി. നിങ്ങളുടെ വീട്ടിലൊരു കാറുണ്ട്, അതിൽ 2 സ്ത്രീകളെ കയറ്റണമെന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 സ്ത്രീകളെ കയറ്റണമെന്ന് വെച്ചെങ്കിൽ ആ കാറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ക്രമീകരിക്കാനും പറ്റും. എന്ന് കരുതിയാണ്ട് നമ്മൾ എന്താ പറയുക ട്രാവലറും ബസ്സും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്ത്രീ സംവരണം, സ്ത്രീകളെ സുരക്ഷ, സ്ത്രീകൾക്ക് എന്താ പറയുക പൊതു അവസരങ്ങൾ കൊടുക്കുക എന്നൊക്കെ ഉള്ള ഒരു മാനദണ്ഡമാണെന്ന് വെച്ചെങ്കിൽ ഈ 543 കൊണ്ടുവന്നാൽ പോരെ. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ 113 മണ്ഡലങ്ങളിൽ BJP സ്ത്രീകളെ മത്സരിപ്പിക്കണം. അത് നടക്കൂലല്ലോ. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവരുടെ ലക്ഷ്യം സ്ത്രീ സുരക്ഷയും സ്ത്രീകൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഉദ്ദേശം കാര്യങ്ങളൊന്നും അല്ല. ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ 33% അധികമായിട്ടാണ് അവർ സീറ്റ് മണ്ഡലം പുനർനിർണ്ണയം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇത് നിയമിക്കുമ്പോൾ നമ്മളെ കേരളത്തിന് സത്യം പറഞ്ഞാൽ സംഖ്യകളെ പൊട്ടന്മാരെ നമ്മളെ കേരളത്തിന് ഇതിൻ്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. ഫുള്ള് നോർത്തിലേക്കാവും. BJP ഭൂരിപക്ഷമുള്ള ഏരിയക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത്. അവിടുത്തെ ആളുകൾക്ക് സീറ്റുകളും കാര്യങ്ങളും കൂടുതൽ കിട്ടാൻ പോകുന്നത്. അതുവഴി അവർ ഭരണം സ്ഥിരത ഉണ്ടാക്കുക, പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുക, അതിലൂടെ ഭരണഘടന മാറ്റം ചെയ്യുക, അതിലൂടെ ഇന്ത്യനെ എന്താ പറയുക ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക. അതൊക്കെയാണ് എന്താ പറയുക ഇവരെ ആവശ്യങ്ങൾ. കേരളത്തിലെ ജനസംഖ്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1-2 സീറ്റേ അധികം വരുത്തുള്ളൂ ഈ ഒരു മാനദണ്ഡത്തിൽ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. ഇനി കേന്ദ്രം സ്ഥിരമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അതിപ്പോൾ ഈ കഴിഞ്ഞ 3 തവണയായിട്ട് ഇപ്പോൾ കേന്ദ്രം BJP-നെയല്ലേ ഭരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും വന്നോ? അപ്പോൾ അതൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷെ ന്യായീകരിക്കാൻ പലതും ഉണ്ടാവും. അതൊന്നും നമ്മൾ എന്താ പറയുക അത് വിട്ടിട്ടില്ല കളിയില്ല. കാരണം ചാണകമാണല്ലോ തലയിലില്ലേ. ഈ വർഷത്തിന് സ്ത്രീ സംവരണം കൊണ്ടുവരുന്നതിന് എതിർപ്പാണ്, സ്ത്രീകളെ അവഗണിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി ഭയങ്കര പ്രസംഗം നടത്തി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പ്രധാനമന്ത്രി വന്നത് ഈ പ്രതിപക്ഷ പാർട്ടിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്പീക്കർ വനിത വന്നത് അത് ഈ പ്രതിപക്ഷ പാർട്ടി ഭരിക്കുമ്പോഴാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ രാഷ്ട്രപതി വന്നത് അത് ഈ പ്രതിപക്ഷ പാർട്ടി ഭരിക്കുമ്പോഴാണ്. ഇതൊക്കെ സംഖ്യകൾക്ക് അറിയാനിട്ടാവില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ തന്നെ അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ്. BJP എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ മാത്രമാണ്, ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. എല്ലാ വിധത്തിലും